ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഈ ആഴ്ചത്തെ സ്വർണ്ണവില അനലൈസ് ചെയ്യുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ സ്വർണ്ണവില ട്രാക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ചാനൽ ഇഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലുള്ള വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കാനും മറക്കരുത്. ഇനി നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ നിങ്ങൾക്ക് അത് സഹായിക്കും. നമുക്ക് വീഡിയോയിൽ കിടക്കാം. ഈ തിങ്കളാഴ്ച, അതായത് 24-ാം തീയതി സ്വർണ്ണവില സ്റ്റാർട്ട് ചെയ്തത് 65,720 തൊട്ടടുത്ത ദിവസം 25-ാം തീയതി ചൊവ്വാഴ്ച ചെറിയ രീതിയിൽ സ്വർണ്ണവില താഴ്ന്നത് കാണാൻ പറ്റി. 65,480 പക്ഷേ അതിനുശേഷം തുടർച്ചയായി സ്വർണ്ണവില വൻ ഉയരങ്ങളിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത്. തൊട്ടടുത്ത ദിവസം തന്നെ 26-ാം തീയതി 65,560 ക്ലോസ് ചെയ്തത്. പിന്നീട് വീണ്ടും വർദ്ധിച്ച് 65,880 27-ാം തീയതി ആയപ്പോൾ. ഇനി 28-ാം തീയതി ഒരു വൻ കുതിപ്പാണ് നമ്മൾ കണ്ടത്. സ്വർണ്ണവില 66,720 ക്ലോസ് ചെയ്തത്. ഇന്ന് 29-ാം തീയതിയും ചെറിയൊരു ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. സ്വർണ്ണവിലയിൽ 66,880 ഇപ്പോൾ സ്വർണ്ണവില നിൽക്കുന്നത്. ഈ ഒരാഴ്ച, അതായത് ഈ 5 ദിവസം കൊണ്ട് തന്നെ 1000-ലധികം രൂപയുടെ ഉയർച്ചയാണ് ഒരു പവൻ സ്വർണ്ണത്തിന് മുകളിൽ ഉണ്ടായിട്ടുള്ളത്. കൃത്യമായി പറഞ്ഞാൽ 24-ാം തീയതി 29-ാം തീയതിൻ്റെ ഇടയിൽ ഏകദേശം 1,160 രൂപയുടെ ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. ഇതിനുള്ള കാരണങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞ പോലെ തന്നെ US ടാരിഫ്, ട്രംപുമായി ബന്ധപ്പെട്ട താരിഫിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ തന്നെ ഒരു പുതിയ താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രശ്നം എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ ഒരു പ്രശ്നം തന്നെയാണ് ഈ സ്വർണ്ണത്തിൻ്റെ വിലയിൽ സ്പൈക്കിന് പ്രധാനപ്പെട്ട കാരണം ഒരു ഗ്ലോബലി രാജ്യങ്ങൾ തമ്മിൽ ഒരു ട്രേഡ് വാറിന് അതൊരു കാരണമാകാൻ ചാൻസ് ഉണ്ട്. ആ ഒരു ഭയം കാരണം തന്നെ സ്വർണ്ണവില വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട്. പിന്നെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ വർഷം ഫെഡറൽ റിസർവ് റേറ്റ് കട്ട് ചെയ്യുന്നുള്ള എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതും സ്വർണ്ണവില വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട്. പിന്നെ ഡോളർ രൂപയും തമ്മിലുള്ള വിനിമയ മൂല്യത്തിലുള്ള വ്യത്യാസങ്ങൾ സ്വർണ്ണത്തിൻ്റെ വിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേങ്കിലും കഴിഞ്ഞ ഒരാഴ്ച അതിൽ വലിയ രീതിയിൽ ബാധിച്ചിട്ടുള്ള കാരണം രൂപ അത്യാവശ്യം ശക്തി ആർജിക്കുകയാണ് ചെയ്തത് ഡോളറിനെതിരെ. പിന്നെ ഗ്ലോബൽ അൺസർട്ടനിറ്റി ഉണ്ടാകുമ്പോൾ മിക്കവാറും എല്ലാ ഗ്ലോബൽ ബാങ്കുകൾ, സെൻട്രൽ ബാങ്കുകൾ, റിസർവ് ബാങ്ക് പോലുള്ള ഓരോ രാജ്യത്തിൻ്റെയും സെൻട്രൽ ബാങ്കുകൾ സ്വർണം വാരിക്കൂട്ടും. അതേപോലെ തന്നെ മറ്റു നിക്ഷേപകരും ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് പോലുള്ള നിക്ഷേപങ്ങൾ ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് പിൻവലിച്ച് സ്വർണ്ണത്തിൽ നിക്ഷേപിക്കാൻ താല്പര്യപ്പെടും. അതുകൊണ്ട് തന്നെ സ്വർണ്ണത്തിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കും. അപ്പോൾ ഈ കാരണങ്ങളെല്ലാം തന്നെ സ്വർണ്ണത്തിൻ്റെ വിലയുടെ വർധനവിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഇതുപോലെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക.